നമസ്കാരം. ഒടുവിൽ സുകുമാരൻ നായർ സമദൂരവുമായി എത്തി മനസ്സു തുറന്നു. മൂന്നാം മുന്നണിയും ഹിന്ദു ഐക്യവും ഒക്കെ പറഞ്ഞ് വെള്ളാപ്പള്ളിയും കൂട്ടരും എത്തുന്നത് ചിലരുടെ കള്ളത്തരങ്ങൾ മറച്ചുപിടിക്കാനാണെന്ന് സുകുമാരൻ നായർ പ്രഖ്യാപിച്ചു കളഞ്ഞു. ആ കള്ളത്തരങ്ങൾ ഒളിപ്പിക്കുന്ന കൂട്ടർ ഇനി പെരുന്നയിലെ ചോദ്യങ്ങൾക്ക് കൂടി മറുപടി പറയേണ്ടി വരും. ഇന്നത്തെ ഡെമോക്രസി തുടങ്ങുകയാണ്. എല്ലാവർക്കും സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സജീവ പ്രചാരണത്തിലാണ് കേരളം. അപ്പോഴും SNDPയെ കുറിച്ചുള്ള നിരന്തര ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല. BJPയുമായുള്ള സഖ്യത്തെക്കുറിച്ച് വെള്ളാപ്പള്ളിക്ക് എന്തായാലും സംശയമൊന്നുമില്ല. എന്നാൽ സുധീരനൊഴികെ മറ്റൊരു കോൺഗ്രസ്സുകാരനും വെള്ളാപ്പള്ളിയെ ഒരു വിധത്തിലും കുറ്റപ്പെടുത്താൻ തയ്യാറല്ലത്രേ. ഉമ്മൻചാണ്ടി ആൻഡ് കമ്പനി ഇപ്പോഴും വെള്ളാപ്പള്ളി BJPയുമായി കൂട്ടുകൂടിയത് അറിഞ്ഞിട്ടേയില്ല. ഉദാഹരണത്തിന് A ഗ്രൂപ്പ് പടനായകൻ K ബാബുവിൻ്റെ കാര്യം. ബാബു ബാറിൻ്റെ കാലം മുതലേ വെള്ളാപ്പള്ളിക്ക് വേണ്ടപ്പെട്ടവനാണ്. ഇപ്പോൾ BJP സഖ്യത്തെക്കുറിച്ച് ചോദിച്ചാൽ കുഴഞ്ഞു മറിഞ്ഞു വീണ് എഴുന്നേറ്റ് ഓടുന്നത് കണ്ടാൽ ആരും ചിരിച്ചു പോകും. ഇവിടെ കേരളത്തിലെ ശ്രീനാരായണരെ സംബന്ധിച്ചിടത്തോളം ഒരു മതേതര നിലപാടാണ് എന്നും സ്വീകരിച്ചിട്ടുള്ളൂ. ഞാൻ മനസ്സിലാക്കിയെടുത്തത് അല്ലെങ്കിൽ ഇപ്പൊ വെള്ളാപ്പള്ളി SNDP യോഗം ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ എനിക്ക് അദ്ദേഹത്തെ ന്യായീകരിക്കുകയോ അദ്ദേഹത്തെ ആവശ്യമില്ലാതെ എതിർക്കുകയും ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ചോദിക്കുക, അദ്ദേഹം BJPയുടെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ വന്നോ? ഇല്ലല്ലോ. അതിപ്പോ അവിടെ എന്തെല്ലാം ചർച്ച നടന്നത് എന്താന്നുള്ളത് നമുക്കറിയില്ല. ഞാൻ ചോദിക്കണതല്ല, BJP വേദിയിൽ വെള്ളാപ്പള്ളി വന്നോ? എവിടെയെങ്കിലും വന്നോ? ഞാനും അതാ പറഞ്ഞോളൂ. നിങ്ങൾ കേട്ടിട്ടില്ല, ഞാനും കേട്ടിട്ടില്ല. വെള്ളാപ്പള്ളി എടുത്തിട്ടുള്ള നിലപാട് രാഷ്ട്രീയ നിലപാട് വരുന്നല്ലേ ഉള്ളൂ. അപ്പോഴല്ലേ അത് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ അവരുടെ നിലപാട് സ്വീകരിച്ചിട്ടില്ലല്ലോ. അതേനെയാ എനിക്ക് അവര് യാത്ര തുടങ്ങുന്നത് എനിക്ക് തടയാൻ പറ്റുമോ? അപ്പൊ ആരും ഞങ്ങള് സംവാദം ഉണ്ടാക്കണല്ലോ, നിങ്ങളല്ലേ? ആര്? അതെ, അല്ല ഞാൻ പറഞ്ഞേ ഇവിടെ അല്ല ഞാൻ ചോദിക്കണേ. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടോ. അല്ല ഞാൻ പറയട്ടെ, ഞാൻ ക്ലിയർ ആയിട്ട് പറയാല്ലേ? അല്ല ഞാൻ പറഞ്ഞത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചിലയിടത്തെല്ലാം വന്നിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും BJP. ഞാൻ ചോദിക്കണതല്ല, BJP വേദിയിൽ വെള്ളാപ്പള്ളി വന്നോ? എവിടെയെങ്കിലും വന്നോ? ഞാനും അതാ പറഞ്ഞോളൂ. നിങ്ങൾ കേട്ടിട്ടില്ല, ഞാനും കേട്ടിട്ടില്ല. എന്തൊരു ഭംഗി! നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ. തങ്കപ്പൻ തങ്കപ്പനല്ല, ഞാൻ പൊന്നപ്പനാണ്. ഡ്രൈവർ പൊന്നപ്പൻ. അത് പണ്ട്. ഇപ്പൊ നീ പൊന്നല്ലടാ, തങ്കമല്ലേ, തനി തങ്കം. അതാണ് സംഭവം. ബാബുവിനും ഉമ്മൻചാണ്ടിക്കും വെള്ളാപ്പള്ളിയുടെ സ്നേഹം വേണം. ആ മാർക്സിസ്റ്റുകാരെ ശരിപ്പെടുത്താൻ ഇതിലും നല്ല വഴി വേറെ ഇല്ലല്ലോ. അതുകൊണ്ടാണ് മൂന്നാം മുന്നണി വെള്ളാപ്പള്ളിയുടെ സൃഷ്ടിയാണെന്ന് സഖാക്കൾ ആരോപിക്കുന്നതും. എന്തായാലും ഒരു സമുദായ സംഘടനയും കൊണ്ട് കറങ്ങിത്തിരിഞ്ഞ് നടന്നിരുന്ന വെള്ളാപ്പള്ളിയുടെ ജീവിതം പോകുന്ന പോക്ക് കണ്ടില്ലേ? ജീവിതം എന്ന് വെച്ചാൽ അങ്ങനെയാണ്. അതെങ്ങനെ എപ്പോൾ മാറുന്നുവെന്ന് പറയാനും കഴിയില്ല. ഉദാഹരണത്തിന് കാരായിമാരുടെ കാര്യമെടുക്കുക. കണ്ണൂരിൽ എന്ത് പ്രതാപത്തോടെ കഴിഞ്ഞതാണ്. ഫസൽ വധക്കേസിൽ കുരുങ്ങി കോ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന കൊച്ചിയിൽ താമസിക്കുകയാണ്. എന്നിട്ടും തെരഞ്ഞെടുപ്പിൽ കാരായി രാജനും ചന്ദ്രശേഖരനും മത്സരിക്കുന്നു. രാജൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാകാനും ചന്ദ്രശേഖരൻ തലശ്ശേരി നഗരസഭാ ചെയർമാനാകാനുമാണ് എത്തുന്നത്. എന്നാൽ കൊച്ചിയിലായത് കാരണം പ്രചാരണത്തിന് വരാൻ കഴിയില്ല. അതുകൊണ്ട് ഇരുവരുടെയും സഖാക്കളാണ് പ്രചാരണം വീട് വീടാന്തരം കയറി നടത്തുന്നത്. കോബ്രകളുടെ വണ്ടിയാ. കോബ്രകള് എന്നാ പറഞ്ഞത്. കോട്ടയത്തുനിന്നാ. ഇനി എങ്ങോട്ടാന്ന് തീരുമാനിച്ചിട്ടില്ലാന്ന്. ഒന്നുകിൽ കോയമ്പത്തൂർക്ക്, അല്ലെങ്കിൽ കോഴിക്കോട്. അവര് കോ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന സ്ഥലത്തെ താമസിക്കുള്ളൂന്ന്. അതെന്താ അങ്ങനെ? കോബ്ര എന്നുള്ള പേര് കളയരുതല്ലോ. കോയിലേക്കുള്ള പോക്ക. എന്നെ ഇങ്ങോട്ട് വാടാ, എന്റെ ഒരു കോ വാടാ.
ഈശ്വരാ, ചേട്ടൻ പറഞ്ഞു കേട്ടെന്ന് തോന്നുന്നു. ഇത്ര ദൂരത്താ? പാമ്പല്ലേ, കേൾവി ശക്തി കൂടും. കോബ്രയെന്ന് പറഞ്ഞിട്ട് ഒരുതരം ഊച്ചാളി കുട്ടപ്പാമ്പിനെ പോലെ ഉണ്ടല്ലോ. കാപ്പിയുണ്ടോ? എന്നാ കടുപ്പത്തിൽ 2 ചായ എടുക്കും. കറിയുണ്ടോ? എന്നാ നിന്റെ കരിക്കുന്നോർത്ത് ശരിക്കും മാന്തിയിട്ട് ആ കൈയൊക്കെ വൃത്തിയായി കൈയിട്ട് 2 ചായ എടുക്കും. രാജന് വരാൻ വേണ്ടി സാധിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ രാജനില്ലെങ്കിലും രാജൻ്റെ ആ ഉത്തരവാദിത്വം ഇടതുപക്ഷ മുന്നണിയിലെ ഓരോ പ്രവർത്തകന്മാരും ഏറ്റെടുത്ത് നെഞ്ചിലേറ്റി തന്നെ ആ പ്രവർത്തനം ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കും. ഞങ്ങളെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഈ കോബ്ര എന്ന് പറയുന്ന കോബ്ര അല്ല, ഗോബ്ര. ഞങ്ങൾ രണ്ടുപേരുടെയും പേരിന്റെ ആദ്യാക്ഷരങ്ങളാണ് ഗോയും ബ്രായും. ഇത് ഗോപാലൻ, ഞാൻ ബ്രാലൻ. ബ്രാലനാ? അതെന്ത് പേര്? ശരിക്കും പേര് ബാലൻ, ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടി ബ്രാലൻ, വ്യത്യസ്തനാം ഒരു ബ്രാലൻ. ഞങ്ങൾ യഥാർത്ഥ കോബ്രാസിന്റെ സെക്യൂരിറ്റീസ് ആൻഡ് പിആർഎസ്. ഈ കോബ്രാസിന് സ്വയം പൊങ്ങച്ചം പറയുന്നത് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് അവർ ഞങ്ങൾക്ക് ശമ്പളം തന്ന് ഞങ്ങൾ കൊണ്ട് പറയിപ്പിക്കും. ഓ, പണ്ട് പുത്തൂരം വീട്ടുകാരെ പറ്റി പാണൻ പാടി നടന്ന പോലെ. എക്സാക്ട്ലി. പാണൻ ഓലക്കുടയും ചൂടും നടന്നു പറയും, ഞങ്ങൾ AC-ക്കാരിൽ കിടന്ന് പറന്ന് പറയും. അതാ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളെ ഞാൻ പറയുന്നത്. 1 രൂപയ്ക്ക് അരി തരുമെന്ന് പറഞ്ഞിട്ട് അധികാരത്തിൽ വന്നു ഉമ്മൻചാണ്ടി ഗവൺമെന്റ്. 1 രൂപയ്ക്ക് നിങ്ങൾക്ക് പൈസ തന്നിനോ? അരി തന്നിനോ? ആരിക്കാ കിട്ടിയ? അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. ആറ്റുമണൽ വാരുവാൻ പാസ് തരും ശശീന്ദ്രകുമാർ. നാട്ടിലുള്ള റോഡുകൾ ടാറിട്ടു തരും ശശീന്ദ്രകുമാർ. വീടായ വീട്ടിലെല്ലാം മൂർച്ചയുള്ള ചിരവകൾ. കേടാകും നേരം കേടു തീർക്കുവാനാളെ വിടും. ഓരോ വോട്ടും ശശിക്കു നൽകി വിജയിപ്പിക്കണമേ. വിജയിപ്പിച്ചാൽ പറഞ്ഞതെല്ലാം ചെയ്തു തരാമേ. ഇതെല്ലാവർക്കും അറിയത്, കോടതിക്ക് പോലും അറിയാം കാരായി രാജൻ തെറ്റ് ചെയ്തിട്ടില്ല. ഇവർക്ക് മാധ്യമങ്ങൾക്ക് അറിയാം. സ്ഥാനാർത്ഥി സ്ഥലത്തെത്താതെ എങ്ങനെ ജയിക്കും എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഒന്നും പറയാൻ കഴിയില്ല എപ്പോഴാണ് ഓരോരുത്തരുടെ ജീവിതം മാറി മറിയുന്നത് എന്ന്. രാഷ്ട്രീയക്കാരുടെ കാര്യം മാത്രമല്ല, നടി കാവ്യമാധവന്റെ ജീവിതം തന്നെ നോക്കുക. എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു, എന്നിട്ട് അതൊക്കെയാണോ നടക്കുന്നത്? ആഗ്രഹിച്ചതൊന്ന്, നടക്കുന്നത് മറ്റൊന്ന്. ജീവിതത്തില് പല ഘട്ടങ്ങളിൽ പലതും ആവാൻ ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. വളരെ ചെറിയ കുട്ടിയായിരിക്കും എനിക്ക് പോലീസ് ആവണമെന്നായിരുന്നു ആഗ്രഹം. ഒന്നുമില്ല, വെറുതെ ഇരിക്കുക എന്ന് വെച്ചാൽ എന്നെ എന്ത് പറഞ്ഞാലും പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമ്പോൾ പോലീസ് എന്തോ എല്ലാവർക്കും പേടിയുള്ള ഒരു സംഭവമാണ്. എന്നാ പിന്നെ പോലീസ് ആയേക്കാം എന്ന് വെച്ചിട്ട് കുറെ നാൾ നടന്നു. പിന്നെ ഇത്തിരി കഴിഞ്ഞപ്പോൾ ടീച്ചറാവാൻ ഭയങ്കര ആഗ്രഹം തോന്നി. കുട്ടികളെ പഠിപ്പിക്കുന്ന നഴ്സറി സ്കൂളിലൊക്കെ പഠിക്കുന്ന ടീച്ചറാവാൻ. എപ്പോഴേക്കോ ഡോക്ടറാവാനുള്ള ഒരു ആഗ്രഹം എന്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ആഗ്രഹം എടുത്തു മടക്കി ദൂരെ കളഞ്ഞു. കാരണം എനിക്ക് മനസ്സിലായി ഇതൊന്നും നമുക്ക് പറ്റണ പണിയൊന്നും അല്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാനപ്പോ കാണുന്നാലൊക്കെ ഓപ്പറേഷൻ ചെയ്യുമായിരുന്നു. അച്ഛനൊക്കെ കിടക്കുമ്പോൾ പോയിട്ട് ഞാൻ മറ്റേ കോമ്പസും ഇതൊക്കെ എടുത്തിട്ട് ഓപ്പറേഷൻ ചെയ്യണ പോലെ. കാരണം ഞാൻ ഡോക്ടറാണല്ലോ, നാളെ ഡോക്ടറാവാൻ പോണ ആളാണ്. പിന്നെ ഏതോ ഒരാള് ജാതകം നോക്കിയപ്പോ ഇവള് ഡോക്ടറാവും എന്ന് പറയുകയും ചെയ്തപ്പോ ഞാൻ അത് തീരുമാനിച്ചു, ഞാൻ ഡോക്ടറാണെന്നുള്ളത്. അപ്പൊ അങ്ങനെ. പക്ഷെ എന്താ പറയാ, ദൈവത്തിന്റെ ചില അത്ഭുതങ്ങള്, ഒരുപാട് അത്ഭുതങ്ങള് എന്നിലൊക്കെ എന്റെ ജീവിതത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ എന്റെ ജോലി സിനിമയിലാക്കി. അപ്പോ എനിക്ക് ഞാൻ ആഗ്രഹിച്ച എല്ലാം എനിക്ക് സിനിമയിലൂടെ സാധിക്കുന്നു. ഞാൻ ആവാൻ ആഗ്രഹിച്ചിട്ടുള്ള ടീച്ചറാണെങ്കിലും ഡോക്ടറാണെങ്കിലും പോലീസ് മാത്രമായിട്ടില്ല, അതൊരു ബാക്കിയൊരു കടയായിട്ടുണ്ട്. ബാക്കി എല്ലാം പല പല കഥാപാത്രങ്ങളിലൂടെ ആവാൻ സാധിച്ചു. യഥാർത്ഥത്തിൽ ഒരു ഡോക്ടർ ആകാതിരുന്നത് നന്നായി. സിനിമയുടെ ലേബലിലാണെങ്കിലും സാമൂഹ്യ പ്രവർത്തനത്തിന്റെ അസ്കിതയും കാവ്യയെ ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. ജൈവ പച്ചക്കറിക്ക് പിന്നാലെ ക്യാൻസർ ബാധിതർക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിലും മഞ്ജു വാര്യർ സജീവമായതോടെ ആ വഴിക്കൊന്ന് ചവിട്ടാൻ കാവ്യയും രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ക്യാൻസർ ബാധിതരെ കുറിച്ച് നന്നായി പഠിച്ചു വരികയാണ്. ഭയമാണ് നമുക്ക് ക്യാൻസർ എന്ന് പറയുമ്പോൾ. അതിന്റെ ഏറ്റവും വലിയൊരു ശത്രു എന്ന് പറയുന്നത് അതിന്റെ കൂടെ നമ്മളിൽ ഉണ്ടാകുന്ന ഭയമാണ്. ഒരു ക്യാൻസറിനെ കുറിച്ചിട്ട് യാതൊരുവിധ ബോധവും ഇല്ലാത്ത ഒരാൾക്ക് ചിലപ്പോൾ ഒരുപാട് കാലം ജീവിക്കാൻ പറ്റും. കാരണം അവർ അതിനെക്കുറിച്ച് ബോധവടല്ല. നമ്മൾക്ക് ഈ അറിവ് കൂടുമ്പോൾ ഇങ്ങനൊരു പ്രശ്നം കൂടി ഉണ്ട്. അറിവ് കൂടുമ്പോൾ നമ്മളിൽ ആവശ്യമില്ലാത്ത ഭയം ഉണ്ടാവും. അപ്പൊ കൂടുതൽ ഇപ്പൊ എന്താ പറയുക, മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു 6 മാസം കൂടുമ്പോൾ ഒരു റുട്ടീൻ ചെക്കപ്പ് പോലും ചെയ്യാത്ത എത്രയോ ആൾക്കാരെ നമുക്കറിയാം. എന്റെ ഫാമിലിയിൽ തന്നെയുണ്ട്, എന്റെ അമ്മാവന്മാരൊക്കെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടെങ്കിൽ പിടിച്ചാൽ പിന്നെ തീർന്നില്ലേ.
പിന്നെ ഒന്നും കഴിക്കാൻ പറ്റില്ല, എക്സസൈസ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ പേടിച്ചിട്ട് നോക്കാൻ പറ്റില്ല. പിന്നെ എന്തെങ്കിലും ഒരു എന്താ പറയാ, ഒരു ബോർഡർ ലൈൻ കടന്നു കഴിയുമ്പോഴാണ് ഇതൊക്കെ അറിയാൻ പറ്റുന്നത്. സേവനം മാത്രം മതി, ഡോക്ടറായി ചികിത്സിക്കാനൊന്നും വരില്ലല്ലോ എന്ന് സമാധാനിക്കാം. ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് മുരളീധര ഫലിതങ്ങൾ. എല്ലാവരും സ്ഥലത്തും BJP-കാരെ മാത്രം പിന്തുണക്കുന്നൊന്നുമല്ല. ഈ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ കൂടെയും SNDP-യുടെ പല സ്ഥലത്തും മത്സരിക്കാൻ തുടങ്ങി. മോനെ, പടിവിട്ട കൊതത്തെ ശങ്കിക്ക വേണ്ട, മണലിട്ട് തുടച്ചാൽ അവലിട്ട് തിന്നാം. മണ്ണിൽ വീണു കുരുത്ത നെന്മണി വിത്തു മുള പൊട്ടി മിന്നുമീരില വീശിടുമ്പോൾ എത്ര ഈരടികൾ.